ഒരു ഭൂമി ഇടപാട് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നിനെ പറ്റിയാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. ഞാൻ ജെഫ്രി ജോസഫ്, ലാഞ്ചസ്റ്റർ ബിൽഡേഴ്സ്. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഗഹൻ ഡീൽ അഥവാ ഗഹൻ ചെയ്യുക എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? സർവീസ് സഹകരണ ബാങ്കുകളിൽ ഭൂമി പണയപ്പെടുത്തി നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടി അവർ ഗഹൻ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ലോൺ എടുത്ത എമൗണ്ട് നമ്മൾ തിരിച്ചടക്കാതിരിക്കുകയാണെങ്കിൽ ആ ഭൂമി സ്വന്തമാക്കുന്നതിന് വേണ്ടി അവർ ചെയ്യുന്ന എഗ്രിമെൻ്റാണ് ഗഹൻ ഡീൽ. ഇങ്ങനെ ഒരു പുതിയതായി വാങ്ങുന്നൊരു പ്രോപ്പർട്ടിക്ക് ബാധ്യതകളുണ്ടോ എന്ന് എങ്ങനെ നമുക്കറിയാൻ കഴിയും? അതിനായി സബ് രജിസ്ട്രാർ ഓഫീസിൽ ECക്ക് അപ്ലൈ ചെയ്യാം. EC എന്ന് പറഞ്ഞാൽ എൻകംബ്രൻസ് അഥവാ ബാധ്യതാ സർട്ടിഫിക്കറ്റ്. ഈ ബാധ്യതാ സർട്ടിഫിക്കറ്റിൽ ഏതെങ്കിലും നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടിക്ക് ബാധ്യതകളുണ്ടോ, എന്തെങ്കിലും ജപ്തി നടപടികൾ നേരിടുന്നുണ്ടോ എന്നെല്ലാം അറിയാൻ കഴിയും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സർവീസ് സഹകരണ ബാങ്കുകളുടെ മാത്രം അല്ലെങ്കിൽ സർവീസ് സഹകരണ സൊസൈറ്റികളുടെ മാത്രം ലോൺ ഡീറ്റെയിൽസ് ECയിൽ മെൻഷൻ ചെയ്യും. നാഷണലൈസ്ഡ് ബാങ്കുകളുടെയും മറ്റ് ലോണിൻ്റെ വിവരങ്ങൾ അവിടെ അറിയാൻ കഴിയില്ല. ഇനി അടുത്തൊരു കാര്യമാണ് ഗഹൻ റിലീസ് ഡീഡ് അഥവാ ഗഹൻ ക്യാൻസലേഷൻ. അതെന്താണെന്ന് അറിയണ്ടേ? സർവീസ് സഹകരണ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തു അത് തിരിച്ചടച്ചു തീർത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഒറിജിനൽ ആധാരം ഡോക്യുമെൻറ്റ്സ് നമുക്ക് തിരിച്ചു ലഭിക്കും. ആ തിരിച്ചു ലഭിക്കുന്ന ഡോക്യുമെൻറ്റ്സ് അതിനോടൊപ്പം ഗഹൻ ഉണ്ടായിരുന്നു എന്നതിനാൽ ഗഹൻ റിലീസ് ഡീഡ് അഥവാ ഗഹൻ ക്യാൻസൽ ചെയ്തു എന്ന ഡോക്യുമെൻ്റ് കൂടി നമ്മൾ വാങ്ങേണ്ടതാണ്. അതിനൊരു ഉദാഹരണമാണ് വാഹനത്തിന് ഫിനാൻസ് ചെയ്യുകയാണെങ്കിൽ ഹൈപ്പോത്തിക്കേഷൻ നോട്ട് ചെയ്യും RC ബുക്കിൽ. ഈ ഹൈപ്പോത്തിക്കേഷൻ ലോൺ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ക്യാൻസൽ ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ഫിനാൻസർ നമുക്ക് NOC തരും. അതുപോലെ തന്നെ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ഗഹൻ റിലീസ് ഡീഡ് വാങ്ങണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ഡോക്യുമെൻ്റ് പൂർണ്ണമാകുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിച്ച വിഷയം ഗഹൻ എന്താണെന്ന് പറഞ്ഞു, ഗഹൻ റിലീസ് ഡീഡ് എന്താണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ ഇൻഫർമേറ്റീവായ അടുത്തൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.